വിദ്യാഭ്യാസത്തെ നവോത്ഥാനത്തിൻ്റെ ചാലകശക്തിയായി വിനിയോഗിച്ച പുണ്യശ്ലോകൻ അഭിവന്ദ്യ തോമ മാർ ദിവന്നാസ്യോസ് തിരുമേനിയുടെ നാമധേയത്തിൽ 1982 സ്ഥാപിതമായ മാലൂർ MTDM ഹൈസ്കൂൾ. ആയിരത്തി 1982 ആദ്യ ബാച്ച് മുതൽ 2024 ബാച്ച് വരെയുള്ള അധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ അപൂർവ നിമിഷങ്ങൾ. അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. അറിവില്ലായ്മയുടെയും തെറ്റായ അറിവിന്റെയും ഇരുട്ടിൽ നിന്ന് പ്രകാശമാകുന്ന യഥാർത്ഥ അറിവിലേക്ക് നീങ്ങുവാനുള്ള ഈ വിദ്യാലയത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു ആവേശം ഉണ്ടാകും. ആ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ പൂർവ്വ വിദ്യാർത്ഥികൾക്കും സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവരെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിർമ്മിക്കുന്നു. നിങ്ങളുടെ സ്വന്തം അനീജായി നിങ്ങളുടെ പഠന സമയത്തെ ഓർമ്മിപ്പിച്ചിരിക്കുന്നു. സ്കൂൾ അസംബ്ലിക്കായി നമുക്ക് തയ്യാറാകാം. പ്രധാന അധ്യാപിക ശ്രീമതി ആനി വർഗീസ് ടീച്ചറിനെ അസംബ്ലി നേതൃത്വം വഹിക്കാനായി ക്ഷണിക്കുന്നു. PT സർ ജോൺ സാമുവൽ സാറിനെ അസംബ്ലി നിയന്ത്രിക്കാനായി ക്ഷണിക്കുന്നു. Attention, school standard is school attention. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഈ ഒരു വട്ടം കൂടി എന്ന ഈ പരിപാടി ഞാൻ എൻ്റെ ചില സുഹൃത്തുക്കളോടൊക്കെ പങ്കുവച്ചപ്പോൾ പറഞ്ഞു, എടോ നിങ്ങളൊക്കെ എന്തൊരു ഭാഗ്യമുള്ള അധ്യാപകരാണെന്ന് പറഞ്ഞു. ശരിയാണ്, മഹാഭാഗ്യം ചെയ്തവരാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങളെയൊക്കെ കെട്ടിപ്പിടിക്കാനും ഉമ്മ തരാനും കാല് തൊട്ട് വന്നിക്കാനും അനുഗ്രഹം വാങ്ങാനും ഒക്കെ ആയിട്ട് കുട്ടികളിങ്ങനെ ഓടി വരുന്ന കണ്ടപ്പോൾ ഞാൻ ആരോടോ പറഞ്ഞു, ഇന്നിനി മരിച്ചാലും സാരമില്ല, അത്രയ്ക്ക് ജീവിതം ധന്യമായി. 90ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. എൻ്റെ മനസ്സ് ഇന്നും 16 തന്നെ. ആ ഒരു സന്ദേശം കൂടി നിങ്ങൾക്ക്, അഥവാ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ കൂടിയാണ് ഈ അവസ്ഥയിൽ പോലും നിങ്ങളുടെ മുമ്പിൽ ഞാൻ സന്നിഹിതനായിരിക്കുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് മികച്ച കർഷക അവാർഡ് നേടിയിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടു കൂടി നമ്മുടെ കൂട്ടുകാരൻ സുജേഷ് സുരേന്ദ്രനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് പ്രോത്സാഹനം നൽകാനായി ഏറെ ബഹുമാന്യനായ നമ്മുടെ സ്വന്തം പോറ്റി സാറിനെ കൂടി ക്ഷണിക്കുന്നു. മാപ്പിളപ്പാട്ട് 1ാം സ്ഥാനം മുഹമ്മദ് അഷറഫ്.
സംസ്കൃത ചമ്പു പ്രഭാഷണത്തിൽ വർണ്ണ സമ്മാനം നൽകുന്നത് ഡാനിയൽ കുട്ടി സാറാണ്. സംസ്കൃത നാടകത്തിൽ വിഷ്ണു, ഇനി നമ്മൾ ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ ക്ലാസ് നമ്മുടെ സംസ്കൃതം ക്ലാസ് ആണ്. പ്രീണാദിയക സുചരിതോ പിതരം സപുത്രോ ഭർത്തുരേവ ഹിതമിച്ഛതി തത്തളത്രം സന്മിത്രമാപതി സുഖേജ സമക്രിയം ച. നളചരിതം എന്ന് പറയുന്ന മഹത്തായ കൃതി നിങ്ങൾക്കറിയാം. നളചരിതം എഴുതിയ ആരാണെന്ന് നിങ്ങൾക്കറിയാം. ആരാണ്? സിനി ആരാണ് എഴുതിയത്? ഉണ്ണായി വാര്യരാണ് എഴുതിയത്. കലിയും നളത്വവും തമ്മിലുള്ള സംഘട്ടനത്തിൽ കലിത്വം പരാജയപ്പെടുകയും നളത്വം വിജയിക്കുകയും ചെയ്യുന്ന കഥയാണ്. നന്മയും തിന്മയും തമ്മിലുള്ള സംഘട്ടനത്തിന്റെ കഥ. അതിൽ നല്ലത് നളത്വം വിജയിക്കുന്നു. ബഹുമാന്യരായ ഗുരുജനങ്ങളെ, പൂർവ്വ വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾ, 1983 ഈ സ്കൂളിന്റെ ഫസ്റ്റ് ബാച്ചായിട്ട് ഞാൻ ഇവിടെ വരുമ്പോൾ അന്ന് ഈ പറയുന്ന സൗകര്യങ്ങളൊന്നുമില്ല. 1983 ഞാൻ എന്റെ അച്ഛന്റെ കൈ പിടിച്ചുകൊണ്ട് ഇവിടെ അഡ്മിഷൻ എടുത്ത് ഇവിടെ വരുന്നു. അപ്പൊ ആ ഒരു ഫസ്റ്റ് ബാച്ച് എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല, 1982 ഫസ്റ്റ് ബാച്ച് പഠിപ്പിച്ചു. അങ്ങനെ നീ ഫസ്റ്റ് ബാച്ച് ആയി? അങ്ങനെ ഫസ്റ്റ് ബാച്ച് ആയി? ആദ്യമായ അക്ഷരമെഴുതിക്കൊണ്ടറിവിന്റെ ലോകം തുറന്നവരെ, ആദ്യമായ അക്ഷരമെഴുതിക്കൊണ്ടറിവിന്റെ ലോകം തുറന്നവരെ, അക്ഷരത്തെറ്റുകളില്ലാതെ ജീവിതം അർത്ഥം നിറച്ചൊരു ഗുരുനാഥരെ, ഗുരുവന്ദനം ഇതു പ്രിയവന്ദനം, ഹൃദയത്തിൽ ചാലിച്ചൊരാത്മാർപ്പണം, ഗുരുവന്ദനം ഇതു പ്രിയവന്ദനം, ഹൃദയത്തിൽ ചാലിച്ചൊരാത്മാർപ്പണം, ആദ്യമായ അക്ഷരമെഴുതിക്കൊണ്ടറിവിന്റെ ലോകം തുറന്നവരെ. മാതാപിതാ ഗുരു ദൈവമെന്നോദിയ മാനവ സംസ്കൃതിയുള്ള നാട്ടിൽ, മാതാപിതാ ഗുരു ദൈവമെന്നോദിയ മാനവ സംസ്കൃതിയുള്ള നാട്ടിൽ, അറിവാണു ശക്തി അലിവാണു സ്നേഹമെന്നറിയിച്ചു വിദ്യ പകർന്നവരെ, ഏകുന്നു ഞങ്ങളിന്നേറെ കൃതാർത്ഥരായി ഹൃദയം തുറന്നുള്ള ഗുരുവന്ദനം, ഗുരുവന്ദനം ഇതു പ്രിയവന്ദനം, ഹൃദയത്തിൽ ചാരി
ചാലിച്ചൊരാത്മാർപ്പണം നാവിലെന്നാദ്യമായ അക്ഷരമെഴുതിക്കൊണ്ടറിവിൻ്റെ ലോകം തുറന്നവരേ. മതമില്ല ജാതിയിൽ ഉച്ചനീചത്വം അറിവു പകരുമീ ആലയത്തിൽ. മതമില്ല ജാതിയിൽ ഉച്ചനീചത്വം അറിവു പകരുമീ ആലയത്തിൽ. അഭിമാനമേറുന്നു ഗുരുവിന്റെ മുന്നിലെ അകതാരിലൂറിയ വാക്കൊതുവാൻ ആദരപൂർവം കുമ്പിടുവാൻ ഹൃദയം തുറന്നുള്ള ഗുരുവന്ദനം. ഗുരുവന്ദനം ഇതു പ്രിയവന്ദനം. ഹൃദയത്തിൽ ചാലിച്ചൊരാത്മാർപ്പണം. ഗുരുവന്ദനം ഇതു പ്രിയവന്ദനം. ഹൃദയത്തിൽ ചാലിച്ചൊരാത്മാർപ്പണം നാവിലെന്നാദ്യമായ അക്ഷരമെഴുതിക്കൊണ്ടറിവിൻ്റെ ലോകം തുറന്നവരേ. നാവിലെന്നാദ്യമായ അക്ഷരമെഴുതിക്കൊണ്ടറിവിൻ്റെ ലോകം തുറന്നവരേ. പഴയ അധ്യാപകർക്ക് പഠിപ്പിച്ചവർക്ക് പഠിച്ചവരെ കാണുവാനും അവർ അധ്യാപകരെ വീണ്ടും കാണുവാനുമുള്ള ഒരവസരത്തിന്റെ സാധ്യതയാണ് ഇവിടെയുള്ളത്. അപ്പൊ അങ്ങനെ ഒരു അവസരം ഒരു വട്ടം കൂടി കലാലയമുറ്റത്ത് പ്രയത്നിച്ചിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികള് സ്കൂളിന്റെ ചുമതലക്കാരെല്ലാം അനുമോദിക്കുന്നു. ഈ നിമിഷങ്ങളെ ഓർക്കുവാൻ, സ്ഥാപനത്തെ ഓർക്കുവാൻ പ്രത്യേകമായിട്ട് എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഈ സ്കൂൾ മൂലം ഈ ദേശത്തിനും ഈ സമൂഹത്തിനും തുടർന്ന് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദിയും സന്തോഷവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് വാക്ക് നടത്തുന്ന ദൈവം അനുഗ്രഹിക്കും. എല്ലാ ജാതിയിലുള്ള ആളുകൾ ഒരേ മനസ്സോടെ പ്രവർത്തിച്ച ഒരു സ്ഥാപനം, ഭയങ്കരമായ അനുഗ്രഹത്തിന്റെ സ്ഥാപനം തന്നെയാണ്. ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ ഒത്തതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സ്റ്റേറ്റ് തല സംസ്കൃത കഥാരചന മത്സരത്തിന് 3 തവണ സമ്മാനം ലഭിച്ച അൻസിലേക്ക് സമ്മാനം നൽകുന്നതിനായി വന്യ ഡേവിഡ് കോശിറമ്പാനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ മനോഹരമായ സദസ്സ് ഏതൊരു ചിത്രത്തിന്റെയും വിജയമെന്ന് പറയുന്നതിന്റെ എഡിറ്റിംഗിലാണ്. നിങ്ങൾ ഈ സംരംഭം മനോഹരമായി എഡിറ്റ് ചെയ്ത് ഭംഗിയാക്കി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ആടുബാമ്പേ ആടാടുബാമ്പേ ആടാടുബാമ്പേ ആടുബാമ്പേ ആടാടുബാമ്പേ കാവിലിളമ്പാമ്പേ ആടുബാമ്പേ ആടാടുബാമ്പേ ആടാടുബാമ്പേ ആടുബാമ്പേ ആടാടുബാമ്പേ കാവിലിളമ്പാമ്പേ എന്തു കണ്ടിട്ട് കണ്ടിട്ടാടാടുബാമ്പേ എന്തു കണ്ടിട്ടാടാടുബാമ്പേ കാലത്തെ മല്ലിക പൂമരൻ കാവിലൻ മാനസിലൂടെ പൂമരൻ മായാ മാനസ ചേരാവുക മരം യോഗ്യമാണോ
ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛന്, രഞ്ജി ടീച്ചർ, എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെല്ലമ്മ ചേച്ചിയെ കുറിച്ചൊരു വാക്ക് പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. സ്കൂൾ തുടങ്ങിയ വർഷം തൊട്ട് ഇവിടുത്തെ ഞങ്ങളുടെ ചെല്ലമ്മ ചേച്ചി ഇവിടുത്തെ പീണായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ചെല്ലമ്മ ചേച്ചിയെ പ്രത്യേകം ഓർക്കുന്നു. പ്രത്യേകിച്ച് സാനു, നൗഷാദ്, ഗണേഷ്, ഇവരൊക്കെ ഇതിന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചവരാ. അവരോട് എത്ര നന്ദി പറഞ്ഞാലും പറ്റത്തില്ല. ഏറ്റവും പ്രയത്നിച്ച രണ്ടുപേരെ പ്രത്യേകമായിട്ട് ഈ സമയത്ത് ആദരിക്കുന്നു. ബഹുമാനപ്പെട്ട സനുവിനെയും ബഹുമാനപ്പെട്ട നൗഷാദിനെയും. ഇപ്പോൾ ഈ നിമിഷത്തെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട സാനുവണ്ണൻ, അദ്ദേഹം ആദ്യം മുതൽ തന്നെ ഈ നിമിഷം വരെ ഈ കുറ്റിക്കാട് സ്കൂൾ എന്ന ഒരു പേര് മാറ്റി ഈ സ്കൂളിന്റെ പേര് MTDM HSS മാലൂർ എന്നാണ് എന്ന് സോഷ്യൽ മീഡിയയെ അറിയിച്ചത് അദ്ദേഹത്തിന്റെ ഒറ്റ ഉദ്യമമാണ്. മാറ്റണ്ടേ നമ്മുടെ അവറുകളാണ്. അദ്ദേഹത്തിനുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുത്ത അധ്യാപകരോടും വിദ്യാർത്ഥികളോടും